ഫിഫയുടെ ഈ വർഷത്തെ വേൾഡ് കപ്പ് 11 വന്നെന്നാണ് കേട്ടത്, പക്ഷെ ഞാനത് നോക്കിയില്ല. ഹായ് ഗൈസ്, സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു മാൻ വേഴ്സസ് എ സീരീസ് തന്നെ ഞാൻ ചെയ്യുന്നത്. സീരീസ് അല്ല, ദിസ് വീഡിയോ ഇസ് കോൾഡ് മാൻ വേഴ്സസ് എ ഐ. എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്കറിയാം, മാൻ വേഴ്സസ് എ എന്ന് പറയുന്നൊരു സീരീസ് ഉണ്ടായിരുന്നു. പ്രോപ്പർലി മാച്ച് പ്രഡിക്ഷൻസ് ആയിരുന്നു, സ്കോർ ലൈൻ ആയിരുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോംപ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, വിച്ച് ഈസ് ജനറേറ്റഡ് ബൈ ദി എ ഐ ഇറ്റ് സെൽഫ്. LLM രീതിക്ക് അത് പ്രോഗ്രാമിങ് അറിയുന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ അറിയാം. എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എൻ്റെ അനിയത്തി എന്നൊരു പ്രോംപ്റ്റാണ്, അത് വെച്ച് ഞാൻ ഒരു കാച്ചി അങ്ങനെ കിട്ടിയൊരു പ്രോംപ്റ്റ് വെച്ചിട്ട് എ ഐ തന്നെ ജനറേറ്റ് ചെയ്ത ഒരു LLM ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് ക്ലോഡ്, ChatGPT ആൻഡ് ജെമിനായി, ഞാൻ ഗ്രോക്കും പെർപ്ലക്സിറ്റി എടുക്കാമായിരുന്നു, പക്ഷേ ചുമ്മാ കൂട്ടണമെന്ന് വിചാരിച്ചു. ഈ 3 AI പ്ലാറ്റ്ഫോംസിലും ചോദിക്കുകയാണ് വിച്ച് ഈസ് യുവർ, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ബെസ്റ്റ് 11 ഇൻ ദിസ് വേൾഡ് കപ്പ്. അതിനു മുന്നേ ഞാൻ എൻ്റെ ബെസ്റ്റ് 11 പറയാം. സോ തുടങ്ങാം. എൻ്റെ ബെസ്റ്റ് 11 പറയുന്ന സമയത്ത് ഗോൾ കീപ്പർ വിൽ ബി വൊസീഞ്ഞ, ക്യാബോ വേർഡെ. അത് ഞാൻ നിസ്സംശയം പറയും, ഇറ്റ് വിൽ ബി വൊസീഞ്ഞ. ഉനായ് സൈമണൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഗോൾഡൻ ഗ്ലവ് വേണ്ട, എനിക്ക് വൊസീഞ്ഞ മതി. ലെഫ്റ്റ് ബാക്ക് വരുന്ന സമയത്ത് എൻ്റെ ഡിഫൻസ് ആക്ച്വലി ഏറെക്കുറെ എല്ലാം സ്പാനിഷാണ് കേട്ടോ, എല്ലാം. കാരണം ലെഫ്റ്റ് ബാക്കിൽ കുക്കുറല്ലയാണ്. ലെഫ്റ്റ് സെൻറ്റർ ബാക്കിൽ ദി അണ്ടർ റേറ്റഡ് പ്ലെയർ പോക്കുബാസി. റൈറ്റ് സെൻറ്റർ ബാക്കിൽ ഞാനൊരു അർജൻറ്റീൻ പ്ലെയറിനെ കൊണ്ടുവരുന്നു, ലിസാൻഡ്രോ മാർട്ടിനസ്, ദ ബുച്ചർ ഈസ് പെർഫെക്റ്റ് ഇൻ ദാറ്റ് പൊസിഷൻ. റൈറ്റ് ബാക്ക് വരുന്ന സമയത്ത് ദാറ്റ് ഈസ് ആൻ അണ്ടർ റേറ്റഡ് പ്ലെയർ, ഓൾസോ ആൻ അണ്ടർ റേറ്റഡ് പ്ലെയർ, പെഡ്രോ പോറോ. ഈ വർഷം സ്പാനിഷ് ടീം ഇട്ട സമയത്ത് പെഡ്രോ പോറോനെതിരെ ഭയങ്കരമായിട്ട് പുള്ളിക്കെതിരെ നെഗറ്റീവായിട്ടും, അതായത് ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യില്ല, മെയിൻറ്റെയിൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പരത്തിയ സമയത്ത് പുള്ളി ചെയ്തത്, ഹി വാസ് ആബ്സല്യൂട്ട്ലി ഫിനോമിനൽ. എൻ്റെ ഫോർമേഷൻ 4-2-1-3 ആയിരിക്കും. ഓക്കെ, സോ ഡിഫൻസ് മൊത്തം കഴിഞ്ഞ് ഗോൾ കീപ്പറും കഴിഞ്ഞ് ഇനി നമ്മൾ മിഡിലേക്ക് കയറുന്നു. ആ 2 അതിൽ ഒരു DMF ഞാൻ റോഡ്രി, ഹിൽ ബി ദ ക്യാപ്റ്റൻ എന്ന് ഞാൻ പറയുന്നില്ല, അതവിടെ ഇരിക്കട്ടെ. ക്യാപ്റ്റന് ഞാൻ ആരാണെന്ന് പറയാം. സെക്കൻഡ് മിഡ്ഫീൽഡർ CMF ആയിരിക്കും, ആൻഡ് ദാറ്റ് വിൽ ബി ജൂഡ് ബെല്ലിംഗ്ഹാം ഫ്രം ഇംഗ്ലണ്ട്. ഇനി AMF പൊസിഷനിലും ബാക്കി ഫ്രണ്ട് 3 ആണ് ഞാൻ പറയാൻ പോകുന്നത്. 4-2-1 ആ AMF പൊസിഷൻ, ദാറ്റ് വിൽ ബി ലിയോണൽ മെസ്സി ആൻഡ് ഹി വിൽ ബി ദ ക്യാപ്റ്റൻ. ഫ്രണ്ട് 3 വരുന്ന സമയത്ത് ഈ AMF കളിക്കുന്ന മെസ്സി ചിലപ്പോൾ റൈറ്റ് വിങ്ങിലേക്ക് കയറും, അപ്പോൾ റൈറ്റ് വിങ്ങിലെ പ്ലെയർ സെൻറ്ററിലേക്ക് ഇറങ്ങും. സോ റൈറ്റ് വിങ് ഫോർവേഡ് കളിക്കാൻ പോകുന്നത് ഫോർ മീ ഇറ്റ് വിൽ ബി മൈക്കൽ ഒലീസെ. സെൻറ്റർ ഫോർവേഡ് ദാറ്റ് വിൽ ബി എർലിംഗ് ഹാലൻഡ്. ലെഫ്റ്റ് വിങ് ദാറ്റ് വിൽ ബി കിലിയൻ എംബാപ്പെ. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് 11 ബേസ്ഡ് ഓൺ മൈ ലോജിക്. ഇനി കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് നമുക്ക് എല്ലാ AI സോഫ്റ്റ്വെയർസിലും കൂടെ അങ്ങ് കൊടുത്ത് അവരുടെ ബെസ്റ്റ് 11 ഏതാണെന്നും കൂടെ നമുക്ക് നോക്കാം. സോ നമുക്ക് സമയം കളയണ്ട, സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നമ്മൾക്ക് പ്രിൻറ്റ് സ്ക്രീൻ അതല്ലല്ലോ, ഇത് ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. പ്രിൻറ്റ് സ്ക്രീനാണോ? യെസ്. നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഷിറ്റ് ശരിയായില്ല, ഒന്നുകൂടെ ചെയ്യാം. നമ്മളോൺ പ്രിൻറ്റ് സ്ക്രീൻ, വീഡിയോ എല്ലാം കൊടുക്കുക. ഫൈൻ, സ്റ്റാർട്ട് ചെയ്യാം. ക്ലോഡ് ഉണ്ട്, ChatGPT ഉണ്ട്, ജെമിനൈ ഉണ്ട്. ജെമിനൈ, ക്ലോഡ്, ChatGPT, ക്ലോഡ്, മൂന്നിനും സെയിം പ്രോംപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ദിസ് ഈസ് എ പ്രോംപ്റ്റ്. സോ നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം, പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് ജെമിനൈയുടെ തന്നെ ചോദിക്കാം. പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, ജെമിനൈ ഈസ് ക്രിയേറ്റിംഗ് ആൻ ഇമേജ്. ഫൈൻ, നമുക്ക് എല്ലാത്തിലും കൊടുക്കാം. ChatGPTയിലും കൊടുത്തു, ക്ലോഡിലും കൊടുക്കാം. ചെയ്യട്ടെ, ഓരോ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കട്ടെ. പിന്നെ ഈ ഒരു ഐഡിയ ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ തോന്നിയതാണ്, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. ഞാൻ ഇന്ന് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പെട്ടെന്നായിപ്പോയി, കാരണം ഞാൻ അറിഞ്ഞില്ല FIFA ഇന്ന് തന്നെ അവരുടെ 11 എടുത്തിടുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു സംഭവം എന്ന് വെച്ചാൽ ഫിഫയുടെ വെബ്സൈറ്റിൽ ഞാൻ 2 ദിവസം മുന്നേ കയറി നോക്കിയ സമയത്ത് അവർ വോട്ടിങ്ങിന് ഒരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഫാൻസ് ആണെന്ന് തോന്നുന്നു ഈ പറയുന്ന
ഫസ്റ്റ് 11 എടുത്തതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ കണ്ടിരുന്നു, ഞാനും വോട്ട് ചെയ്തിരുന്നു. അതിൽ ഏറെക്കുറെ ഇതേ പ്ലേയേഴ്സൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ജെമിനി, നിങ്ങൾക്ക് എന്ത്, നിങ്ങളായിട്ട് എന്നെ ഇട്ട പ്രോംപ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ചാറ്റ് GPT കിട്ടിയിട്ടുണ്ട്, ക്ലോഡ് നോക്കുന്നുണ്ട്, ശരി ഫൈൻ. ജെമിനിക്ക് ഞാൻ പ്രോപ്പർലി സാധാ പോലെ ടൈപ്പ് ചെയ്ത് തരാം. എന്തുവായിരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് ജനറേറ്റ് യുവർ ഓൺ ബെസ്റ്റ് 11. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ ജെമിനി അങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എന്നാൽ ഈ പ്രോംപ്റ്റിൽ എന്താ ജെമിനിക്ക് കിട്ടാത്തത്? ജെമിനി അങ്ങനെ ചെയ്യുന്നതല്ല. യാ 4-3-3 ഫോർമേഷനിൽ ഞാൻ 4-2-1-3 ആണ്. ഇറ്റ്സ് യൂഷ്വൽ 4-3-3 തന്നെയാണ്. ഞാൻ ആ ഒരു സെൻട്രലൈസ്ഡ് ആക്കാതെ ഒരു ഫോർവേഡ്, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന രീതിക്ക് കൊടുത്തതേ ഉള്ളൂ. നമുക്ക് ജെമിനിയുടെ നോക്കാം. ഗോൾ കീപ്പർ വിൽ ബി ഉനായി സൈമൺ. ഓക്കെ ഫൈൻ. റൈറ്റ് ബാക്ക് പെഡ്രോ പോറോ. ഓക്കെ. CB പോക്കുബാസി. അടുത്ത CB ലിസാൻഡ്രോ മാർട്ടിനസ്. ലെഫ്റ്റ് ബാക്ക് കുക്കുറെല്ല. സെൻട്രൽ മിഡ്ഫീൽഡ് റോഡ്രി, ജൂഡ് ബെലിങ്ങാം, ലിയോണൽ മെസ്സി, എംബാപ്പെ, ഒലീസെ, എർലിംഗ്. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്? യെസ്, ഞാൻ പറഞ്ഞ സെയിം സാധനം. അതായത് ഇവിടെ ആകെ വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ സെയിം സാധനം. ലിയോണൽ മെസ്സിയാണ് ഞാൻ AMF ആക്കി വെച്ചിരിക്കുന്നത്. അത് മെസ്സി ഒലീസെ മാറി മാറി വരും. ഇവിടെ ലിയോണൽ മെസ്സി റൈറ്റ് വിങ്ങിൽ വെച്ചേക്കുന്നു, ഒലീസെ AMF വെച്ചിരിക്കുന്നു. അത് മാറി മാറി വരും, സെയിം. സോ ഒരു മാറ്റം ഇല്ലാത്ത ടീം. നിങ്ങൾ എൻ്റെ മനസ്സല്ലോ വായിച്ച. ഓക്കെ ഫൈൻ. അപ്പോൾ ജെമിനി അത് പറഞ്ഞു. ഓക്കെ ഗുഡ്. എനിക്കത് റേറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല, കാരണം ഞാൻ പറഞ്ഞത് തന്നെ അവന്മാരും പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി ചാറ്റ് GPT നമുക്ക് നോക്കാം. ടീം ഓഫ് ദ ടൂർണമെൻറ്റ് 4-3-3. ഗോൾ കീപ്പർ വിൽ ബി എമിലിയാനോ മാർട്ടിനസ്. ഓക്കെ, നല്ലൊരു പിക്കാണ്. റൈറ്റ് ബാക്ക് പെഡ്രോ പോറോ. CB ഉപ്പമെക്കാനോ? സീരിയസ്ലി ഉപ്പമെക്കാനോ? ചാറ്റ് GPT നിങ്ങൾക്ക് എന്ത് പറ്റി? ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും വൃത്തിയായിട്ട് ഡിഫൻസ് അവന്മാരാണെന്ന് പലവട്ടം ആണായിട്ട് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഉപ്പമെക്കാനോ എടുത്തുകൊണ്ടായിരുന്നു. ഓക്കെ ഫൈൻ. സെക്കൻഡ് CB ലിസാൻഡ്രോ മാർട്ടിനസ്. ഓക്കെ. ലെഫ്റ്റ് ബാക്ക് മാക്കുക്കുറല്ല. ഫൈൻ. സെൻട്രൽ മിഡ്ഫീൽഡർ ക്യാപ്റ്റനല്ലോ റോഡ്രി, സ്പാനിഷ്. അടുത്ത സെൻട്രൽ മിഡ്ഫീൽഡർ ഒലീസെ, ജൂഡ് ബെലിങ്ങാം. റൈറ്റ് വിങ്ങിൽ ലിയോണൽ മെസ്സി, സ്ട്രൈക്കർ കിലിയൻ എംബാപ്പെ, ലെഫ്റ്റ് വിങ്ങിൽ ഏർലിംഗ് ഹാലൻഡ്. അത് പക്ഷേ ഞാൻ പറയത്തില്ല. ജെമിനി വന്ന സമയത്ത് സ്ട്രൈക്കിങ്ങിൽ ഹാലൻഡും ലെഫ്റ്റ് വിങ്ങിൽ എംബാപ്പയും കൊടുത്തു. ചാറ്റ് GPT വന്ന സമയത്ത് സ്ട്രൈക്കിങ്ങിൽ എംബാപ്പയും ലെഫ്റ്റ് വിങ്ങിൽ ഹാലൻഡും. പക്ഷേ ഹാലൻഡിനെ ലെഫ്റ്റ് വിങ്ങിൽ ഇട്ടിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹാലൻഡ് സ്ട്രൈക്കിങ്ങിൽ തന്നെ വരണ്ടേ. കാരണം എംബാപ്പെ ലെഫ്റ്റ് വിങ്ങിൽ കളിച്ച് ശീലമുണ്ട്, റയലിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ശരി. ഹാലൻഡിന് പ്രോപ്പർലി ഒരു ഗോൾ പോച്ചറാണ്. ബോൾ പെനാൽറ്റി ബോക്സിൻ്റെ ആ ഏത് പരിസരത്ത് നിന്ന് കിട്ടിയാലും അവനെ അടിച്ച് ഗോളാക്കും. അല്ലാതെ ക്യാരി ചെയ്തുകൊണ്ട് വിങ്ങിൽ കൂടെ കയറി കളിക്കാൻ ഹാലൻഡിനെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇവന്മാർ ബെഞ്ചും ഇട്ടിട്ടുണ്ട്. ബെഞ്ചിൽ വരുന്ന സമയത്ത് ഗോൾ കീപ്പർ ഓസീഞ്ഞ. ഗുഡ്. ഡിഫൻസിൽ പോക്കുബാസി ഉണ്ട്. ഓക്കെ, എസ്രി കൊൻസ ഉണ്ട്. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. മിഡ്ഫീൽഡിൽ ഡെക്ലൻ റൈസ്. പക്ഷെ ഞാൻ പറയത്തില്ല, എനിക്കെന്തോ വലിയ സുഖമില്ല. അടുത്ത മിഡ്ഫീൽഡിൽ പെഡ്രിയാണ് വന്നേക്കുന്നത്. പെഡ്രി വേൾഡ് കപ്പിൽ ഭയങ്കര വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചെന്ന് ഞാൻ പറയുന്നില്ല, കാരണം പെഡ്രിയുടെ മാച്ച് അറിയാവുന്നവർക്കറിയാം. പെഡ്രി വാസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്, ടോട്ടലി ഗുഡ് ഇൻ ദിസ് വേൾഡ് കപ്പ്. ഒരു ഫോർവേഡിനെ കണ്ടിട്ട് തലേ കൈ വെച്ച കോപ്പ്. ബുക്കായോ സക്ക. ആർസണൽ ഫാൻസ് കാണുകയാണെങ്കിൽ എനിക്ക് പുച്ഛവാവനെ ഉള്ള കാര്യം പറയാം. മെസ്സി വെച്ച് കമ്പയർ ചെയ്ത് നിൽക്കും ബുക്കായോ സക്ക. ഫോർവേഡിൽ യെസ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഫോർവേഡിൽ അടുത്ത പ്ലെയർ ഫെറാൻ ടോറസ്. ഞാൻ പറയുന്നത് ഫെറാൻ ടോറസ് ഈസ് ആക്ച്വലി എ ഗ്രേറ്റ് സബ്, എ ഗ്രേറ്റ് സൂപ്പർ സബ് ആണ്. സബിൽ ഇറങ്ങി കളിക്കാൻ പറ്റിയൊരു പ്ലെയറാണ് ഫെറാൻ.
അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം, യുവമാർ സബ് ഇട്ടിട്ടില്ല. ഓക്കെ ഫൈൻ. ജെമിനി സബ് ഇട്ടില്ല, ചാറ്റ് ജി പി ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഫൈൻ. ഇനി നമുക്ക് ക്ലോഡിനെ നോക്കാം. ക്ലോഡിൻ്റെ ഇവന്മാരുടെ ഇൻ്റർഫേസും ബാക്കിയെല്ലാം ടോപ്പാണ്. ഇവന്മാർ നന്നായിട്ട് അങ്ങ് ചെയ്തു തരും. സോ യാ, നമുക്ക് നോക്കാം. ഓക്കെ, വിങ് മാറ്റിയിട്ടുണ്ട്. എന്തായാലും നോക്കാം നമുക്ക്. ഗോൾ കീപ്പർ വസീഞ്ഞ, ഫൈൻ. ലെഫ്റ്റ് ബാക്ക് കുക്കുറല്ല. സി ബി ഉപ്പമെക്കാനോ. എനിക്കറിയത്തില്ല ഇവന്മാരെന്തിന് ഉപ്പമെക്കാനോന് എടുക്കുന്നത്. ഐ എം നോട്ട് ഷുവർ വൈ. കാരണം ഫിഫയുടെ ആ ഒരു സൈറ്റ് നോക്കിയ സമയത്ത് ഞാൻ കണ്ടു ഉപ്പമെക്കാനോ സെയിം. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ ഈ ഉപ്പമെക്കാനോനിക്ക് ഇങ്ങനെ തലക്കെടുത്ത് വെച്ചേക്കുന്നതെന്ന്. റൈറ്റ് സെൻറ്റർ ബാക്ക് ലിസാൻഡ്രോ മാർട്ടിനസ്, ബുച്ചർ. ഓക്കെ ഫൈൻ. പെഡ്രോ പോറോ റൈറ്റ് ബാക്കിൽ. മിഡിലോട്ട് വരുന്ന സമയത്ത് CMF, റോഡ്രി, റൈറ്റിൽ വെല്ലിങ്ങാം, ലെഫ്റ്റിൽ ഒലീസ്. ഓക്കെ, പക്ഷേ ഫോർവേഡ് വന്ന സമയത്ത് എനിക്കൊരു പാളിച്ച തോന്നുന്നുണ്ടല്ലോ. ലെഫ്റ്റ് വിങ്ങിൽ മെസ്സി, റൈറ്റ് വിങ്ങിൽ എംബാപ്പെ, സ്ട്രൈക്കറിൽ ഹാലൻഡ്. ആന്തോ മെസ്സി ലെഫ്റ്റ് വിങ്ങിൽ, ലെഫ്റ്റ് ലെഗറിനെ പിടിച്ച് ലെഫ്റ്റ് വിങ് ഇട്ടേക്കുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. മെസ്സി കളിക്കേണ്ടത് റൈറ്റ് വിങ്ങിലാണ്. സോ യാ, ദിസ് ഈസ് ക്ലോഡ്സ് ഫസ്റ്റ് 11. ഇവന്മാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ടിട്ടുണ്ടോ നോക്കട്ടെ. ഇല്ല, ഇവന്മാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ടിട്ടില്ല. സോ യാ, ഞാൻ ആക്ച്വലി പിന്നെ ഒരു ഐഡിയയും കൂടെ ആലോചിച്ചു. അതായത് ഞാൻ ഒരു ടീമും കൂടി ഇടാം. അതിൻ്റെ ആക്ച്വലി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ടീമും കൂടി ഇടാം. അതിൽ എനിക്ക് എടുത്ത നാഷണാലിറ്റിയിലെ പ്ലേയേഴ്സിനെ എടുക്കാൻ പാടില്ല എന്നൊരു കാര്യം. ഞാൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മൊത്തം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇതിൽ ഒരു പൊസിഷനിൽ കളിക്കുന്ന നാഷണാലിറ്റി പ്ലേയേഴ്സിനെ മറ്റൊരു പൊസിഷനിൽ എടുക്കാൻ പറ്റത്തില്ല. അതായത് ഓൺലി 1 പ്ലെയർ ഫ്രം 1 കൺട്രി. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാനൊരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്, പറയാം. ഗോൾ കീപ്പർ വിൽ ബി വസീഞ്ഞ, ഫൈൻ. ലെഫ്റ്റ് ബാക്ക് ദാറ്റ് വിൽ ബി ന്യൂനോ മെൻഡസ്. പോർച്ചുഗലിൽ നിന്ന് ഞാൻ എടുക്കുന്ന മെൻഡസിനായിരിക്കും. കാരണം ന്യൂനോ മെൻഡസ് വാസ് ആക്ച്വലി എ പവർ ഹൗസ്. ആ ടീമിൽ ഈ വർഷം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന 2 പേര്, ഒന്ന് ഡീഗോ കോസ്റ്റയും 2 ന്യൂനോ മെൻഡസുമാണ്. ഡീഗോ കോസ്റ്റയും ഞാൻ ഇടാത്തതിന് കാരണം എനിക്ക് ന്യൂനോ മെൻഡസ് ഇടാൻ പറ്റത്തില്ല. കുറേ തപ്പിയതിന് ശേഷം എനിക്ക് ന്യൂനോ മെൻഡസിൽ കറക്റ്റായിട്ട് വന്നു നിന്നത്. പിന്നെ സെൻറ്റർ ബാക്ക് ഒരാൾ, ഇറ്റ് വിൽ ബി നമ്മുടെ ചെറുക്കൻ കുബാസി. സോ സ്പെയിനിൽ നിന്ന് എനിക്ക് വേറെ ആരും എടുക്കാൻ പറ്റില്ല, കുബാസിയായി. ഞാൻ സെക്കൻഡ് CB എഴുതിയിട്ടില്ലായിരുന്നു. സെക്കൻഡ് CB എനിക്ക് ജർമ്മനി എടുക്കാൻ പറ്റില്ല, ഇംഗ്ലണ്ട് എടുക്കാൻ പറ്റില്ല, അർജന്റീന എടുക്കാൻ പറ്റില്ല, ഫ്രാൻസ് എടുക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. സെക്കൻഡ് CB ഞാൻ ആരെ എടുക്കും? ഞാൻ സംഭവം അതിനെപ്പറ്റി നോക്കിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് 2-3 പ്ലേയേഴ്സിന് ബാക്കിയുണ്ട്, ഇത് കംപ്ലീറ്റ് ആയില്ല. പക്ഷേ സെക്കൻഡ് CB ഞാൻ നോക്കുന്ന സമയത്ത് അതിൽ നമുക്ക് പിന്നെ വരാം. റൈറ്റ് ബാക്കും ഞാൻ ഇപ്പോൾ പറയാൻ നിൽക്കുന്നില്ല, പിന്നെ വരാം. ഇതിലും 4-3-3 ഫോർമേഷനിലാണ് ഞാൻ പറയുന്നത്. 4-3-3 4-2-1-3 കൺവേർട്ട് ചെയ്യാം, പ്രശ്നമില്ല. CB വരുന്ന സമയത്ത്, CB അല്ല DMF വരുന്ന സമയത്ത് ഐ ആം ഡയറക്ട്ലി ഗോയിങ് ടു ജർമ്മനി. ദ മോസ്റ്റ് ഡിസിപ്ലിൻഡ് പ്ലെയർ ഇൻ ജർമ്മൻ ടീം റൈറ്റ് നൗ, ജോഷോ കെമിച്ചിനെ എടുക്കുക ഫോർ മൈ DMF. അടുത്തത് സെൻറ്റർ മിഡിലേക്ക് വരുന്ന സമയത്ത് ജൂഡ് ബെല്ലിങ്ങാം. AMFലോട്ട് വരുന്ന സമയത്ത് ആൻഡ് ദ ക്യാപ്റ്റൻ ലിയോണൽ ആൻഡ്രയാസ് മെസ്സി, ഫൈൻ. ഇനി റൈറ്റ് വിങ്ങിൽ പോകുന്ന സമയത്ത് ഒലീസെ. CF സ്ട്രൈക്കർ വരുന്ന സമയത്ത്, സെൻറ്റർ ഫോർവേഡ് അല്ലെങ്കിൽ സ്ട്രൈക്കർ വരുന്ന സമയത്ത് ഹാലൻഡ്, നോവേ. ലെഫ്റ്റ് വിങ്ങിൽ പോകുന്ന സമയത്ത് ദാറ്റ്സ് എ ബിറ്റ് സർപ്രൈസ്, യാൻ ഡയമണ്ടെ. ഐവറി കോസ്റ്റിൻ്റെ 19 വയസ്സുകാരൻ യാൻ ഡയമണ്ടെയാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത്. സോ ഇതിൽ ഇനി 2 പ്ലേയേഴ്സും കൂടെ വരാനുണ്ട്. ഞാൻ ഒരു CB ഇടാനുണ്ട്, ഒരു റൈറ്റ് ബാക്കിന് ഇടാനുണ്ട്. ഞാൻ ഒന്ന് തപ്പട്ടെ, ആരായിരിക്കും? ലിസ്റ്റ് വേൾഡ് കപ്പ് എൻ്റെ മനസ്സിൽ സത്യം പെട്ടെന്ന് ആരും കയറി വരുന്നില്ല. അതാണ് ഞാൻ ഇങ്ങനെ തപ്പുന്നത്. ഞാൻ ആക്ച്വലി ലിസ്റ്റ് അനുസരിച്ച് എഴുതി വെച്ചതാണ്, പക്ഷേ എന്തുകൊണ്ടോ വന്നില്ല. ഐ എം നോട്ട് ഷുവർ വൈ. തപ്പാം, സാധനം വരട്ടെ. അതിനുശേഷം
വരുമെന്ന്. വരില്ലേ നീ വരില്ലേ കാവ്യ പോലെ ബിംബമേ കിടന്ന് കറങ്ങാം. ഇത് എനിക്ക് പിന്നെ നല്ല ഉറക്കം വന്നുകൊണ്ടിരിക്കുക. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഹൈ 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 എനിക്ക് പിന്നെ എല്ലാവരോടും പറയാനുള്ള കാര്യം, അണ്ണനെ എടുത്തില്ല അതൊന്നും പറയാണ്ട് ആർക്കും പരാതി വരല്ലേ. അണ്ണൻ്റെ വേസ്റ്റ് സീസണായിരുന്നു, അത് മനസ്സിലാക്കുക. അത് എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, സോ അണ്ണനെ എടുത്തില്ല, അണ്ണൻ്റെ ടീമിൽ നിന്ന് ആരെയും എടുത്തില്ല. അല്ല, അണ്ണൻ്റെ ടീമിൽ നിന്ന് ഞാൻ 2 പേരുടെ പേര് പറഞ്ഞു. ഒന്ന് ഡിയോഗോ കോസ്റ്റ, ഒന്ന് ന്യൂനോ മെൻഡസ്. 2 പേരെ എടുക്കാൻ തന്നെയാണ്. ഓക്കെ ഫൈൻ, വന്നിട്ടുണ്ട്. ഫ്രാൻസ് എടുക്കാൻ പറ്റില്ല, സ്പെയിൻ എടുക്കാൻ പറ്റില്ല, അർജൻറ്റീന എടുക്കാൻ പറ്റില്ല, നിക്കോ എൽവേഡി ഉണ്ട്. ഓക്കെ, അർജൻറ്റീന എടുക്കാൻ പറ്റില്ല, നെതർലൻഡ്സ് എടുക്കാൻ പറ്റില്ല, ഇംഗ്ലണ്ട് എടുക്കാൻ പറ്റില്ല, നെതർലൻഡ്സ് എടുക്കാം. നോർവേ നെതർലൻഡ്സും ഉണ്ട്. ആക്ച്വലി എനിക്ക് നോർവേ എടുക്കാൻ പറ്റില്ല, സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ ഫൈൻ, കൺഫേം ചെയ്തു. എന്തായാലും ആ ടീം കൂടുതൽ പോയിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് വാട്ട് അബൌട്ട്, ഞാൻ നോക്കട്ടെ, അവന്മാരെ പറ്റി എന്താ പറയാത്തേ? ഒരു സെക്കൻഡ്, ഡിഫൻഡർ ഞാൻ നോക്കട്ടെ അവന്മാരുടെ ടീമിൽ. കാരണം വരേണ്ടതാണ്, അമ്മാതിരി ഒരു ഡിഫെൻസീവ് ടീമായിരുന്നു അവന്മാർ. അപ്പോൾ അവന്മാർ വരേണ്ടതാണ്. തോറ്റത് ഫ്രാൻസുമായിട്ടാണ്, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ബട്ട് സ്റ്റിൽ അപ്പോൾ ഒരു കാര്യം ചെയ്യാം. യെസ് റൈറ്റ് ബാക്ക് എനിക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. റൈറ്റ് ബാക്ക് വിൽ ബി അഷ്റഫ് ഹക്കീമി. ഞാൻ എന്ത് അഷ്റഫ് ഹക്കീമിയുടെ പേര് മറന്നുപോയി. CV തപ്പിപ്പോയി എനിക്ക് റൈറ്റ് ബാക്ക് കിട്ടിയതാ. മണ്ടൻ്റെ കാര്യം. ഞാൻ എന്ത് അഷ്റഫ് ഹക്കീമിയുടെ പേര് മറന്നെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ ഫൈൻ, സോ എൻ്റെ റൈറ്റ് ബാക്കായി. CB ആരാന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ആക്ച്വലി ജർമ്മനി എടുത്തു, ബ്രസീലിൽ നിന്ന് ഞാൻ ആരെ എടുത്തിട്ടില്ല. പക്ഷേ ബ്രസീലിൽ നിന്ന് ഞാൻ എടുക്കാൻ നിൽക്കുന്നില്ല, എനിക്ക് വലിയ സുഖം തോന്നുന്നില്ല ബ്രസീൽ ടീമിൽ. അർജൻറ്റീന, പോർച്ചുഗൽ പറ്റില്ല, ഫ്രാൻസ് പറ്റില്ല, ഇംഗ്ലണ്ട് പറ്റില്ല. ഡിഫൻസിൽ ഞാൻ ആക്ച്വലി അത് വിട്ടുപോയി. ഇവന്മാരെ എന്താ ഞാൻ മറന്നുപോയി? ഇവന്മാരെ ഞാൻ എന്തുകൊണ്ട് മറന്നുപോയി? ഹോസ്റ്റിംഗ് നേഷൻ, 4 മാച്ചിൽ ക്ലീൻ ഷീറ്റ്. ഞാൻ എന്തുകൊണ്ട് മറന്നുപോയി? യെസ്, കറക്റ്റ്, ജോൻ വാസ്കസ്. ഞാൻ എന്തുകൊണ്ട് ജോൻ വാസ്കസിൻ്റെ പേര് മറന്നുപോയി? മണ്ടൻ, അവന്മാരുടെ മാച്ച് കണ്ടിട്ട് ഞാൻ എന്തുകൊണ്ട് മറന്നുപോയി? മൈൻഡ് വെച്ചുള്ളൂ. എനിക്കറിയാം, ഞാൻ ഇതിൽ ബാക്കിയെല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു. എനിക്ക് ആ 2 പൊസിഷൻ മാത്രമേ കൺഫേം ആക്കാനുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് വൺ ഗോൾ കീപ്പർ വൊസീഞ്ഞ ഫ്രം കേപ്പ് വെർഡെ. നെക്സ്റ്റ് ലെഫ്റ്റ് ബാക്ക് പോർച്ചുഗൽ ന്യൂനോ മെൻഡസ്. ഫസ്റ്റ് സെൻറ്റർ ബാക്ക് വാസ്കസ് മെക്സിക്കോ. സെക്കൻഡ് സെൻറ്റർ ബാക്ക് കുബാസി സ്പെയിൻ. റൈറ്റ് ബാക്ക് അഷ്റഫ് ഹക്കീമി മൊറോക്കോ. DMF ജോഷുവ കിമിച്ച് ജർമ്മനി. CMF ഇംഗ്ലണ്ടിൽ നിന്ന് ബെല്ലിങ്ങാം. AMF മെസ്സി അർജൻറ്റീന ആസ് എ ക്യാപ്റ്റൻ. റൈറ്റ് വിങ്ങിൽ ഒലീസെ ഫ്രാൻസ്. സ്ട്രൈക്കിങ്ങിൽ ഹാലൻഡ് നോർവേ. ആൻഡ് ലെഫ്റ്റ് വിങ്ങിൽ യാൻ ഡയമണ്ട് ഐവറി കോസ്റ്റ്. സോ ദിസ് ഈസ് മൈ സെക്കൻഡ് ടീം. ഈ വീഡിയോ കുറച്ച് ലെങ്തായി പോയി, എനിക്കറിയാം, കുറച്ച് ബോറായി കാണും നിങ്ങൾക്ക്. ഞാനും അതിൻ്റെ പുറകെ ഇരുന്ന് ഞാൻ നേരത്തെ ചെയ്ത് വെക്കാനുള്ളായിരുന്നു. എന്തുകൊണ്ട് ഞാൻ ചെയ്തില്ല, പൊട്ടൻ്റെ കാര്യം. സോ ദിസ് ഈസ് മൈ പ്രഡിക്ഷൻസ് ആൻഡ് എവറിത്തിങ്. ഇനി നമുക്കൊരു കാര്യമുണ്ട് കേട്ടോ, ആക്ച്വലി കഴിഞ്ഞില്ല. ഞാൻ വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്ത്. എനിക്ക് എന്തിൻ്റെയൊക്കെ ഏടായിരുന്നു പാട്ടി. സാരമില്ല ഗൈസ്, ഞാനതൊന്നും കൂടെ റെക്കോർഡ് ചെയ്ത് കാണിക്കാം. കുറച്ചല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. എന്നാലും എൻ്റെ കാര്യം, ഞാൻ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്തതിന് വരെ ഞാൻ ഡിലീറ്റിലാണ് പ്രസ് ചെയ്തത്. ഈ മണ്ടൻ്റെ കാര്യം കിളി മൊത്തം പോയിരിക്കുകയാണ് അതിൻ്റെ. അത് കുഴപ്പമില്ല. കാര്യം നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തന്നാൽ പോരെ, അത് കാണിച്ചു തരാം. ഫൈൻ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ഫിഫയുടെ ഈ വർഷത്തെ ടീം നമുക്കൊന്ന് നോക്കട്ടെ.
ഇൻസ്റ്റ എടുക്കുക, ഫിഫ വേൾഡ് കപ്പ്, ഫിഫ ഡ്രീം 11, യെസ്, പവർഡ് ബൈ അറാംകോ. ദ ഫാൻസ്, ഞാൻ പറഞ്ഞില്ല, ദ ഫാൻസ് ആർ സ്പോക്കൺ. ഫാൻസിൻ്റെ ടീമാണിത്. യെസ്, ഗോൾ കീപ്പർ വസീഞ്ഞ, ഫൈൻ. ലെഫ്റ്റ് ബാക്ക് കുക്കുറല്ല, ഉപ്പമെക്കാനോ. ഓ വെറുതെ അല്ല ഇവന്മാര് അത് പറ. ഇവന്മാർ ആ ടീം തന്നെ മൊത്തത്തിൽ കോപ്പി അടിച്ച് വെച്ചേക്കുക. ഉപ്പമെക്കാനോ, മാർട്ടിനസ്, റൈറ്റ് ബാക്കിൽ പെഡ്രോ പോറോ, ബെല്ലിങ്ങാം, ഒലീസെ സെൻറ്ററിൽ, റൈറ്റിൽ റോഡ്രി, മെസ്സി റൈറ്റ് വിങ്, സ്ട്രൈക്ക് ഹാലൻഡ്, എംബാപ്പെ ലെഫ്റ്റ്. വെറുതെ അല്ല എല്ലാമാരും ഇത് തന്നെ തന്നേക്കുന്നത്. ഞാൻ ആലോചിച്ച് എന്ത് കുബാസി വന്നില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ ഞാനിത് ഇന്നലെ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. അപ്പം പിന്നെ ഈ ഒരു ഇഷ്യൂ വരത്തില്ലായിരുന്നു. ഓക്കെ, ശരി 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 ശരി, എനിക്ക് മനസ്സിലായി. ശരി, പോട്ടുമില്ലേ. അപ്പോൾ ഗൈസ്, വീഡിയോ അല്പം ലെങ്ത് ഉണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും നാളെ കയറത്തുള്ളൂ. നാളെ എന്ന് വെച്ചാൽ പിറ്റേ ദിവസമേ കയറത്തുള്ളൂ, രാവിലെ കയറത്തുള്ളൂ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. സോ ഐ തിങ്ക് ദിസ് വാസ് സംതിങ് ഡിഫറെൻറ്റ്. ഇതുപോലത്തെ വീഡിയോസൊക്കെ നമുക്ക് ഇനിയും കൊണ്ടുവരാം. കുറച്ച് എൻ്റർടൈനിങ് ആക്കാനൊക്കെ ഞാൻ ശ്രമിക്കാം. പിന്നെ സോങ് ബാക്ക്ഗ്രൗണ്ട് കുറേ പേര് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ഫുള്ള് റോ വീഡിയോ ഇടുന്നു. ഒന്ന്, കോപ്പിറൈറ്റ് ഇഷ്യൂ. സോങ് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും. 2, കോപ്പിറൈറ്റ് NCR സോങ്സ് യൂസ് ചെയ്തോടെന്ന് ചോദിക്കുന്നുണ്ട്, നോൺ കോപ്പിറൈറ്റ്. പ്രശ്നം എന്ന് വെച്ചാൽ ഈ അമ്മാതിരി സോങ് ഇട്ട് കഴിഞ്ഞാൽ ചത്ത ശവത്തെ പോലെ. അതിനേക്കാളും നല്ലത് റോ ആയിട്ടും ഇടാമെന്ന് വിചാരിച്ചു. ഞാനല്ലേ വർത്താനം പറയുന്നത്, വേറെ ആരും അല്ലല്ലോ. സോ ഗൈസ്, അത്രയേ ഉള്ളൂ. എന്നാലും എൻ്റെ മണ്ടത്തരങ്ങൾ ആലോചിച്ച് നോക്കണേ. എന്തായാലും കുഴപ്പമില്ല, നിനക്ക് ടീം കിട്ടിയാൽ പോരെ, അത് ഞാൻ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഗൈസ്, ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ബൈ.